ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കോഴിക്കട്ട ശനിയാഴ്ചയാണല്ലോ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി കോഴിക്കട്ട ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ അടിപൊളി കോഴിക്കട്ട ഒന്ന് മുറിച്ച് നോക്കാം. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഡ്രൈ ഫ്രൂട്ട് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായും നല്ല രുചിയും ഉള്ള കോഴിക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കോഴിക്കോട്ടയ്ക്ക് വേണ്ട പൊടി കുഴയ്ക്കാം. 2 കപ്പ് അപ്പത്തിൻ്റെ പാകത്തിന് പൊടിച്ച അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെട്ടിത്തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആദ്യം കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കഴുകി വെച്ച കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം. കുരുവില്ലാത്തതാണ്. നമുക്ക് കോരിയെടുക്കാം. ഡേറ്റ്സ് ആണ്. ഈ പച്ചപ്പ് മാറണോടം വരെ കേട്ടോ. അപ്പോഴും കഴുകി നമ്മൾ നന്നായി അതിൻ്റെ കായൊക്കെ കളഞ്ഞ് നുറുക്കിയെടുത്തതാണ്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ചെറുപഴം ഉണങ്ങിയതാണ്. അല്ലിപ്പൂവൻ പഴം ഉണങ്ങിയതാട്ടോ. ഒന്നും ഒരു പ്രത്യേക അളവില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ നമ്മുടെ കയ്യിലുള്ളതുപോലെ ചേർക്കാവുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പം എന്നും നമ്മൾ കോഴിക്കോട്ട തേങ്ങ മാത്രം ഇട്ട് കുലയിച്ച് കൊടുക്കുന്നത് പോലും ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ പുതിയ രുചി ഇഷ്ടപ്പെടും. അപ്പോൾ കഴിക്കാൻ മടിയുണ്ടാവില്ല. മിക്ക തന്നെയല്ല, ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളിൽ ചെല്ലാനും ഇത് നല്ലതാണ്. അപ്പോൾ ഇതും നമുക്ക് കോരിയെടുക്കാം. ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, 1 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കും. പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടി ഉള്ളത് കൊണ്ട് അത് കൂടുതലായിട്ട് തോന്നുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറയാറുണ്ട്, ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന ഏത് പലഹാരത്തിനും അല്പം പഞ്ചസാര കൂടി ചേർത്താൽ അതിന് ടേസ്റ്റ് കയറും. നെയ്യിൽ വറുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് നേരത്തെ ഇട്ടത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്നതായതുകൊണ്ട് നല്ല കട്ടിയാണ്. അപ്പോൾ അതൊന്ന് മയപ്പെടാനും കൂടി ഇത് സഹായിക്കും. ഇതൊക്കെ ഏതാണ്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കോഴിക്കോട്ട ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാൻ നിങ്ങളെ ഒരു മോൾഡ് പരിചയപ്പെടുത്താം. ഇത് അറിയാവുന്നവരുണ്ടായിരിക്കും, അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇതിന് നമുക്ക് നന്നായി ഓയില് സ്പ്രെഡ് ചെയ്യുക. നന്നായിട്ട് പുരട്ടണേ, അല്ലെങ്കിൽ ചിലപ്പം ഇതിൽ പകുതി വിട്ടു പോരാതിരിക്കും. എന്നിട്ട് ഇത് നന്നായി ടൈറ്റായിട്ട് പിടിക്കണം. ടൈറ്റായിട്ട് പിടിച്ചിട്ട് എടുത്ത് ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ കൈവിരലയിൽ അല്പം എണ്ണ തടവി ഇങ്ങനെ സൈഡിലേക്ക് പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ചെല്ലണം. കട്ടി കൂടിയിരുന്നാലും ഇപ്പം ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എല്ലായിടം ഒരേപോലെ കനത്തിലായിരിക്കണം. പിന്നെ നന്നായി പ്രസ് ചെയ്തെങ്കിലേ ഇതിന്റെ ഷേപ്പ് നന്നായിട്ട് വരത്തുള്ളൂ. തള്ളവിരലും ഈ ചൂണ്ടുവിരലും ഉപയോഗിച്ചാണ് ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിത് ചെറിയ ബോളായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ബോള് ഇതിലേക്ക് പ്രസ് ചെയ്യുക. ഒരല്പം മാവെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി ഒന്ന് പരത്തുക. ഈ വിരലുകൊണ്ട് തന്നെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ പുറം കവർ ചെയ്തിരിക്കണം ഇതുപോലെ. എന്നിട്ട് പതുക്കെ നമ്മൾ സൈഡ് ഇതിൻ്റെ അകത്തേക്ക് കുത്തിയിറക്കി കൊടുക്കണം. എങ്കിലേ നന്നായി അതിൽ സെറ്റായിട്ടിരിക്കത്തുള്ളൂ. കണ്ടോ? നമ്മൾ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തെങ്കിലേ ഈ മൂലയൊക്കെ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇത് അത്ര കറക്റ്റായിട്ട് മൂല വന്നില്ല. അടുത്ത ഒരെണ്ണം കൂടി ചെയ്യാം. അപ്പം നന്നായി ഓയില് സ്പ്രെഡ് ചെയ്യുക. കൈ ചെയ്താൽ അത്രയും ഭംഗിയാവില്ല കേട്ടോ, എല്ലായിടും ആവില്ല. നന്നായി
ഓയിൽ സ്പ്രെഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പൊട്ടി പോകാതെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇങ്ങനെ വെച്ചു. ഒന്നും കൂടി ഓയിൽ തടവിയിട്ടാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടത്തില്ല. അപ്പം എല്ലായിടും ഒരുപോലെ വരണം. താഴേട്ടും ഇറക്കി കൊടുക്കണം, എങ്കിലേ ആ മൊട്ട് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ആ മൊട്ട് നമ്മുടെ കോഴിക്കോട്ടയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ട് ആ മൊട്ട് നന്നായി പ്രസ് ചെയ്ത് വരുത്തണം. ഇനി ഈ ഉരുട്ടിയ ഒരു ബോൾ ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. അതും നന്നായി പ്രസ് ചെയ്യുക, ഒട്ടും പുറത്തു വരാതെ. എന്നിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഈ വട്ടത്തിന് പറ്റുന്ന രീതിയിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് നന്നായി ഇങ്ങനെ എല്ലാ സൈഡും കുത്തി ഇറക്കി കൊടുക്കണം, എങ്കിലേ അതുമായിട്ട് ഒട്ടുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് പൊളിഞ്ഞു പോരാനൊക്കെ ചാൻസ് ഉണ്ട്. കണ്ടോ? കണ്ടോ? ഇപ്പൊ മൊട്ട് കണ്ടോ? ഇതിന് മൊട്ടില്ല. സാധാരണ നമ്മൾ ചെയ്യുന്ന ഷേപ്പ്. അതിന് നമ്മൾ ഇങ്ങനെ വെള്ളം തൊട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ വിള്ളലൊന്നും ഇല്ലാതെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. പതുക്കെ പതുക്കെ ഇങ്ങനെ ചേർക്കുകയും അടി കുഴിച്ചും വരണം, അടി കുഴിഞ്ഞും വരണം. അപ്പോൾ പൊട്ടുവാണെങ്കിൽ നമുക്കത് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ചേർക്കുക. ചേർക്കണമെന്ന് മനസ്സിലായോ? ഇങ്ങനെ കൈകൊണ്ട് പതുക്കെ അങ്ങോട്ടൊന്ന് അടുപ്പിക്കുക. നമ്മുടെ ഈ രണ്ട് കൈകൾ തമ്മിലും ഇങ്ങനെ അടുപ്പിക്കുക. ഇങ്ങനെ ഇത് കണ്ടോ? ഇവിടെ ഇപ്പോൾ പൊട്ടിയിരിക്കണു. അതിന് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ച് കഴിയുമ്പം എന്നിട്ട് പിന്നെ ഈ മേൽഭാഗം ഇച്ചിരി നൈസാക്കി എടുക്കണം. കാരണം നമ്മൾ ഇത് ഒന്നിൻ്റെ പുറത്തേക്ക് ഒട്ടിക്കുമ്പം അവിടെ കട്ടി കൂടാതിരിക്കാൻ വേണ്ടിയാ. ഇനി നമുക്ക് ഒരു ഫില്ലിങ് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഈ മേൽഭാഗമൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒട്ടാതെ ഉണ്ടെങ്കിൽ അല്പം വെള്ളം തൊട്ട് നമുക്കതൊന്ന് ഇതാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഈ ഫില്ലിങ് തന്നെ വേണമെന്നൊന്നുമില്ല. എപ്പോഴും എല്ലാവരും തേങ്ങാപ്പീര ശർക്കരയും ഏലക്കാപ്പൊടിയും ഇട്ടാണ് ഉണ്ടാക്കാറ്. അപ്പം ഈ ഒരു വെറൈറ്റി നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് പതുക്കെ റോൾ ചെയ്യാം, നൈസായിട്ട് കേട്ടോ. അതേ കണ്ടോ? ഒരു സ്റ്റീമർ വെച്ചു. അതിലേക്ക് നമുക്ക് ഒരു വാഴയില ഞാൻ വെച്ചിട്ട് 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. കോഴിക്കോട്ട റെഡിയായോ നോക്കാം. ഞാനൊരു ടിപ്സാണ്, ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ ആവിയിൽ വേകുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അടപ്പ് തുറന്ന് ഒരു 2 മിനിറ്റ് നമ്മൾ തുറന്ന് വെച്ച് തീ ഓഫ് ചെയ്യാതെ വെക്കുക. അപ്പോൾ അതിലുള്ള വെള്ളാംശം എല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ടുള്ള പലഹാരം നമുക്ക് കിട്ടും. പാത്രത്തിലേക്ക് മാറ്റി ഞാൻ കൊണ്ടുവരാം. അപ്പം നമ്മുടെ കോഴിക്കോട്ടേക്ക് റെഡി ആയിട്ടുണ്ട്. എന്നും പറയുന്നത് പോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുകൊണ്ട് ഈ രുചികരമായ ഡ്രൈ ഫ്രൂട്ട് കോഴിക്കോട്ട നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങളെല്ലാവരും എന്നെ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.